അശ്വിൻ ഒരു ഗേ ആണെന്ന് അതെ പരസ്യമായി പറഞ്ഞ് അതെ ഞാൻ കേട്ടു. അതെ ആർ യു എ ഗേ? യാ ഐ എം എ ഗേ. ഓ, അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് നമുക്ക് സെക്ഷുവാലിറ്റീസ് പല ടൈപ്പ് ഓഫ് ഉണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ മലയാളീസിനാണെന്ന് തോന്നുന്നു കൂടുതലും ഈ ഒരു സെക്ഷുവാലിറ്റീസിനെ കുറിച്ച് അറിയാത്തത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഗേ ആണെന്ന് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് തിരിച്ചറിയായിരുന്നു. സോ ഐ എം അട്രാക്റ്റഡ് ഇൻ ബോയ്സ്. ഞാൻ ബോയ്സിലാണ് അട്രാക്റ്റഡ് ആയിട്ടുള്ളത്. അത് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് അങ്ങനെ തോന്നലുണ്ടായിരുന്നു. പെൺകുട്ടികളൊക്കെ സ്നേഹിക്കാൻ വന്നപ്പോഴും ഞാൻ എല്ലാത്തിനും റിജക്ട് ചെയ്തിട്ടുണ്ട് സാർ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ആരുടെ ഒന്ന് തുറന്നു പറയാൻ ധൈര്യമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എനിക്കെന്തോ അസുഖം ഉണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു സാർ. ആക്ച്വലി എനിക്കിതെന്തോ എങ്ങനെയാണ് മനസ്സിൽ തോന്നുന്നു ഇങ്ങനെ? അല്ല, പെൺകുട്ടികളുടെ അടുത്തൊരു ഡിസ്റ്റൻസ് തോന്നുന്നില്ലേ? ഒരിക്കലും തോന്നില്ല. ഇപ്പൊ സാർ ഇപ്പോൾ ഒരു ഹെട്രോസെക്ഷൽ ആണ് സാർ. ഇപ്പൊ സാധാരണ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സാർ ജീവിക്കുന്നത്. അപ്പോൾ സാറിന് ആൺകുട്ടിയെ കാണുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് തോന്നാറില്ലല്ലോ സാർ. അതേപോലെ തന്നെയാണ് എനിക്കും പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഡിസ്റ്റൻസ് ഒന്നും തോന്നാറില്ല. ഇല്ല, അവര് ഒരുപോലെ തന്നെയാണ്. പക്ഷേ നമുക്കൊരു ഒരു ഇഷ്ടം കൂടുതൽ, നമുക്ക് ഒരു പ്രണയം ലൈക്ക് തോന്നുന്നത്, ഇഷ്ടം യെസ്, ഒരു പ്രണയം തോന്നുന്നത് നമുക്ക് ചില ബോയ്സിനോടായിരിക്കും. സോ അങ്ങനെ എനിക്ക് പ്രണയിച്ചിട്ടുണ്ടോ? ഉണ്ട്. എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ബോയ് ഫ്രണ്ട്. സോ അങ്ങനെ ഞാനത് പറഞ്ഞു വന്നിട്ട് അതിലേക്ക് പോകണം. ഓക്കെ, അങ്ങനെ കുട്ടിക്കാലത്ത് ഇതിലേക്കുള്ള ഇഷ്ടം ഞാൻ വിചാരിച്ചു എനിക്കെന്തോ പ്രശ്നമാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കൊക്കെ എനിക്ക് അക്കൗണ്ട് തുടങ്ങി. അങ്ങനെ ഞാനൊരു സുഹൃത്തുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നുണ്ട്, ഒരു ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എടാ നിനക്ക് മാത്രമല്ല ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോഴും എനിക്ക് അന്നൊന്നും സാർ 2016 സമയം, അന്നൊന്നും ഇത്രയും നമ്മുടെ മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് ഒന്നും ഇത്രയും ഇതല്ല സാർ. അപ്പോൾ അങ്ങനെ കൂടുതൽ അന്വേഷിച്ചു. അങ്ങനെ ഒരുപാട് ഇങ്ങനെയുള്ള കണക്ഷൻസ് കിട്ടി. അങ്ങനെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടത് അറിയണം, എന്താണെന്ന് അറിയണം സാർ. ഈ ഒരു കമ്മ്യൂണിറ്റി എന്താണെന്ന് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ഒരുപാട് അന്വേഷിച്ചു. അങ്ങനെ മനസ്സിലാക്കി സാർ. അത് കഴിഞ്ഞിട്ട് എന്നിട്ടും എൻ്റെ മനസ്സിനെ ഒളിപ്പിച്ച് വെച്ചിരുന്നു. ഞാൻ ആരോടും പറയാതെ, ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിനോ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ആൾക്കാരതാണ് പറഞ്ഞത്. ബിഗ് ബോസിൽ പോയി റിവീൽ ചെയ്തപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, അശ്വിൻ നീ ഒരു ഗേ ആണെന്ന് ഒരിക്കലും കണ്ടാൽ പറയില്ല. ഞാൻ ഒരാളുടെ രൂപം കണ്ടിട്ടാണ് നിങ്ങൾ ഗേ ആണെന്ന് പറയുന്നത്. സോ അങ്ങനെ +2 കഴിയുന്നതോടുകൂടി വീട്ടിലെന്തൊക്കെ ഇറങ്ങിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്താണ് ഫേസ്ബുക്ക് വഴി ഒരു സുഹൃത്തുമായിട്ട് ഞാനിങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ ഒരു അമ്പലത്തിലെ പൂജാരിയാണ്. സോ പേരൊന്നും പറയത്തില്ല. ഓക്കെ, സോ അങ്ങനെ പുള്ളിക്കാരൻ്റെ ഇഷ്ടത്തിലാവുകയാണ്. പക്ഷെ 1.5 വർഷത്തോളം ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ട്രിവാൻഡ്രത്തുള്ളതിനാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്ക് പുള്ളി എൻ്റെ റൂമിൽ വരും. അങ്ങനെയൊക്കെ മാറിയൊക്കെ നിന്ന്. അങ്ങനെ 1.5 വർഷത്തോളം ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും 1.5 വർഷം നിങ്ങൾ ഒരുമിച്ചല്ല സാർ, രണ്ടുപേരും അടുത്തൊക്കെ തന്നെ. പക്ഷെ ഞങ്ങൾ ഇടയ്ക്ക് കാണും, വീക്കെൻഡ്സിൽ കാണും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ 1.5 വർഷം കഴിഞ്ഞതോടുകൂടി നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. അത് രണ്ടുപേരും ഞങ്ങൾ, പക്ഷെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട് സാർ. പക്ഷെ രണ്ടുപേരും പറഞ്ഞേട്ടത് എന്തായിരുന്നു പ്രശ്നം ഉണ്ടാവുന്ന സാർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആ സമയത്ത് വേറെ അഫെയർ ഉണ്ടായിരുന്നു. കുട്ടിയായിട്ടാണോ? അല്ലല്ല, ആൺകുട്ടിയായിട്ട് തന്നെയാണ്. സോ അത് ഞാൻ അറിഞ്ഞതോടുകൂടിയാണ് ഈ ഒരു ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടും പറഞ്ഞ് പിന്നെ ഞങ്ങൾ തമ്മിൽ, കാരണം സാർ ഇപ്പം എൻ്റെ സ്ഥാനത്ത് വേറൊരാൾ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അതേപോലെ പറഞ്ഞു, ഇപ്പം ഞാൻ അല്ലെങ്കിൽ അവന് വേറൊരാളെന്നുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞു മാറി. പക്ഷേ ഞാനിപ്പോൾ അറിഞ്ഞത് എനിക്ക് ശേഷം അവൻ 5-6 റിലേഷൻ ആയെന്നാണ് ഞാൻ അറിഞ്ഞത്. സോ ഞാൻ മര്യാദയ്ക്ക് നടന്ന് എന്നെ പിടിച്ച് റിലേഷൻ ആക്കിയത് അവനാണ്. എന്നിട്ട് അവൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു ഞാൻ. പക്ഷേ എന്നാലും എനിക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു സാർ. അതിനുശേഷം സാർ ഇങ്ങനെ മുന്നോട്ട് പോയി. എന്നിട്ടും എൻ്റെ ഒരു 4-5 സുഹൃത്തുക്കൾക്ക് അറിയായിരുന്നു. അവരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സാർ, എന്നെങ്കിലും ഞാനൊരു ഗേ ആണെന്ന് ഞാൻ ഓപ്പൺലി പറയുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പറയുമെന്ന് ഉറപ്പിച്ചിരുന്നു. പക്ഷേ അത് ബിഗ് ബോസിലേക്ക് എത്തുന്ന സമയത്ത് പോലും ഞാൻ ഉറപ്പിച്ചിട്ട് അതിനകത്ത് പറയുമെന്ന രീതിയിലല്ല പോകുന്നത്. അതിനകത്ത് എത്തുന്ന സമയത്ത് ഈ വർഷത്തെ സീസണിൻ്റെ പേര് ന്യൂ നോർമൽ എന്നുള്ളതായിരുന്നു. അതായത് എല്ലാ സെക്ഷുവാലിറ്റിയുള്ളവർക്ക് ഈക്വാലിറ്റി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ അതിനകത്തേക്ക് കയറിയ സമയത്താണ് 2 ലെസ്ബിയൻസ് ആയിട്ടുള്ളത്, അപർണ ചേച്ചിയും ജാസ്മിനും എത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ കാണുന്നതാണ്, സാധാരണക്കാരുടെ ഇടയിലേക്ക് ഒരുപാട് എത്തുന്ന ഒരു പ്രോഗ്രാം. സോ അതുകൊണ്ട് തന്നെ ഈ 2 ലെസ്ബിയൻസ് ആയിട്ടുള്ള ഇവരെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യെങ്കിൽ ഒരു ഗേ ആയി ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്യും സാർ. ആക്ച്വലി അല്ല, വിദേശ രാജ്യങ്ങളിൽ ഒരുപാടുണ്ട് സാർ, എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് എനിക്ക് ഏറ്റവും വലിയ എന്നിട്ട് ഞാൻ പുറത്ത് പറയണം, അങ്ങനെ പറഞ്ഞോട് ഞാൻ പറയുകയാണ്. അങ്ങനെ ഞാൻ സീക്രട്ട് ആയിട്ടാണ് അതിനകത്ത് പറയുന്നത്. പക്ഷേ 3.5 കോടി ജനങ്ങൾ അത് കണ്ടിട്ടുണ്ട് ഞാൻ സീക്രട്ട് ആയിട്ട് പറഞ്ഞ കാര്യം. അങ്ങനെ അവരോട് പറയുന്നുണ്ട്. പിന്നെ ടാസ്കിനായിട്ട് ഞാൻ എല്ലാവരോടും പറയുന്നു. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ച ഒരുപാട് നെഗറ്റീവ്സ് എനിക്ക് വന്നു സാർ. കാരണം എൻ്റെ നാട്ടിൽ നിന്നൊക്കെ എനിക്ക് കുറച്ച് നെഗറ്റീവ്സ് വന്നായിരുന്നു, കുറച്ച് സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് നെഗറ്റീവ് വന്നു. പക്ഷേ എനിക്ക് വന്ന ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ, എൻ്റെ അതേ കമ്മ്യൂണിറ്റിയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുപാട് പേരുണ്ട്. കാരണം എനിക്ക് വരുന്ന ഒരു ദിവസം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സഞ്ചറിൽ എനിക്ക് വന്ന മെസ്സേജ് ഇങ്ങനെ, ബ്രോ ഞാനൊരു ഗേ ആണ്, അല്ലെങ്കിൽ ഞാനൊരു ലെസ്ബിയനാണ്. ആക്ച്വലി എൻ്റെ വീട്ടിൽ എനിക്ക് 27 വയസ്സുണ്ട്. എൻ്റെ വീട്ടിൽ സമൂഹത്തെ പേടിച്ച് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ പേടിച്ച് ഞാനൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ബ്രോന്റെ ഗട്സ് ഞാൻ സമ്മതിച്ചു. അല്ലെങ്കിൽ പറഞ്ഞു, ബ്രോ എനിക്കൊന്ന് ഓപ്പൺ ആയിട്ട് വരണമെന്നുണ്ട്, പക്ഷേ എൻ്റെ സമൂഹത്തെ എനിക്ക് പേടിയാണ്. ശരിക്കും ആക്ച്വലി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താണ്,
ഒരു ഹോർമോൺസിന്റെ വ്യത്യാസങ്ങളാണ്. തീർച്ചയായും സാർ. അല്ല, അത് നിങ്ങളുടെ ഒരു കുഴപ്പമൊന്നുമല്ല, അതെ. അത് ആരുടെയും കുഴപ്പമല്ല. അല്ല, ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോ ആക്ച്വലി എതിർത്ത് പറഞ്ഞവർ പോലെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും വലിയ സത്യം സാർ. കാരണം കാലം മാറി. ഇനി അങ്ങോട്ട് പോണ പോക്കിൽ നമ്മൾ ഒരാളെ മാറ്റി നിർത്തണം, ഇന്നാരെ അത് വേണം, അതൊന്നുമില്ല. അതെ സാർ. ഓൾ ആർ ഈക്വൽ. സാർ, ഞാൻ ഒരു ഒറ്റ കാര്യമാണ്, അതായത് ഞാൻ സമൂഹത്തോട് ചോദിക്കുന്ന ഒരു കാര്യം, എന്നോട് പലരും ചോദിക്കാറ് നീ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് പറയുന്ന ഒരു ഒറ്റ ഉത്തരവുള്ളൂ സാർ, ഞാൻ എൻ്റെ ലൈഫ് ഞാൻ ഇഷ്ടപ്പെട്ട ആളെ കൂടെ ജീവിക്കണോ അതോ ഇഷ്ടമില്ലാതെ ഒരു കല്യാണം കഴിച്ച് ഞാൻ ജീവിക്കണം? കല്യാണം കഴിച്ചിട്ട് ആ കൊച്ചിനെയും കൂടെ. അതെ, ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്റെ ജീവിതം. അതെ. അശ്വിൻ, എന്തോ അശ്വിന്റെ സഹോദരി പേരെന്താണ്? ഐശ്വര്യ. ഐശ്വര്യ. അതെ. അപ്പൊ ഇത്രയും നാള് സഹോദരിയെ എവിടായിരുന്നു? ആക്ച്വലി സഹോദരിയുടെ കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു. സഹോദരി വെമ്പായത്താണ് താമസിക്കുന്നത്. അവളെ കുഞ്ഞിലെ എൻ്റെ അച്ഛൻ്റെ ചേച്ചിയാണ് വളർത്തുന്നത്. അപ്പൊ നിങ്ങൾ തമ്മില് വിളിക്കാറുണ്ട്, പക്ഷെ ഇടയ്ക്ക് കാണാറുണ്ട്. അവിടെ 2 ചേട്ടന്മാരുണ്ട്, അപ്പച്ചിയുണ്ട്, മാമനുണ്ട്. അപ്പോ അവളെ എന്നാലും ഒരു അനിയത്തെ പിരിഞ്ഞുള്ള ഒരു ജീവിതം എന്ന് പറയുമ്പോൾ വിഷമമുണ്ട് സർമാന. പക്ഷെ എനിക്ക് വിഷമത്തെക്കാൾ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി എൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ സാർ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നേനെ. പക്ഷെ അന്ന് അവളെ കൊണ്ടുപോയതും മാത്രം അവളൊരു രാജകീയ സുഖത്തിലാണ് പുള്ളിക്കാരി ജീവിച്ചത്. എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്ത് അവരുടെ സ്നേഹം, അച്ഛൻ്റെ അമ്മയുടെയും കെയറും എല്ലാം കൊടുത്ത്. കാരണം അവർ സ്വന്തം അച്ഛനും അമ്മയായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് പിരിഞ്ഞിരുന്നാലും പ്രശ്നമില്ല, പക്ഷെ അവളെ ഹാപ്പിയാണ്. അതാണല്ലോ നോക്കേണ്ടത്. അതെ സാർ. എന്തായാലും ഇപ്പം അമ്മയെ കണ്ടു, കൂടുതൽ അടുക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അടുപ്പമായി പോയി കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം ആകുമോ, അതൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ദെൻ സഹോദരിയും കണ്ടു, സഹോദരി സന്തോഷമായിട്ടിരിക്കുന്നു, അങ്ങനെ മറ്റൊരു സന്തോഷം. ഇനി നമുക്കൊരു ആളിനെ കണ്ടുപിടിക്കണം അല്ലേ? മറ്റേ ആള് തേച്ചിട്ട് പോയല്ലോ. അതുണ്ടോ അതോ? ഇല്ല സാർ, അതിലില്ല. ഇല്ല.